കോളേജിൽ കെട്ടിടം തകർന്നു. 14-ാം വാർഡിനോട് ചേർന്ന ഭാഗമാണ് ഇടിഞ്ഞു വീണത്. എന്റെ ദൈവമേ! ഈ സംഭവത്തിൽ മന്ത്രിമാർ വരുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ക്യാപ്സ്യൂൾ തയ്യാറാക്കി അവിടെ നിലയുറപ്പിച്ചത് ആ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ്. നിങ്ങൾ മനുഷ്യനോ മൃഗം? അതായത് ആ തകർന്നു വീണ കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ കെട്ടിടം എത്രയോ നാളുകളായി പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് ബലക്ഷയം സംഭവിച്ച കെട്ടിടമാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല. ഒരുത്തൻ അപകടം പറ്റുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. താഴെ നിന്ന 2 പേർക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് വേറൊന്നും പ്രയാസപ്പെടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഈ മന്ത്രിമാർക്ക് വിവരങ്ങൾ നൽകിയത് ആ സൂപ്രണ്ടാണ്. ഈ മന്ത്രിമാർ പ്രതികരിച്ച ശേഷവും സൂപ്രണ്ട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സൂപ്രണ്ട് എന്താണ് പറഞ്ഞത്? ആ അനാസ്ഥയാണ് ഒരു മനുഷ്യജീവൻ എടുത്തിരിക്കുന്നത്. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം. ഡിസ്ചാർജുകൾ ഒരു പേഷ്യനെ പോലും ആവശ്യമില്ലാതെ ഡിസ്ചാർജ് ചെയ്യരുത്. ഡിസ്ചാർജിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന പേഷ്യന്റ് പോകുന്നെങ്കിൽ അവർക്ക് നേരത്തെ കാർഡ് കൊടുത്തു വിടുക. അത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എനിക്കറിയില്ല സർ. ഹോസ്പിറ്റൽ ലെവലിൽ നമ്മൾ ഇതായിരുന്നു തീരുമാനിച്ചതും ഓർഡർ ചെയ്ത് കൊടുത്തും. ഇനി ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് നിലവാരത്തിൽ അവരാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ആരെയും നിർബന്ധിച്ച് വിടേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ ഏരിയയിലും എന്നും നമുക്ക് ഓടിയെത്താൻ പറ്റൂല. നമുക്ക് എല്ലാ ഏരിയയിലും എന്നും നമുക്ക് ഓടിയെത്താൻ പറ്റൂല. മരിച്ചപ്പോ എനിക്കും എന്റെ അച്ഛനും നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ഉണ്ടോ? എല്ലാ മേഖലയിലും ഓടിയെത്താൻ കഴിയില്ല എന്നൊക്കെ ഒരു സൂപ്രണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ എത്ര ദയനീയമാണ് നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ സാഹചര്യം. ഒരു സൂപ്രണ്ട് രാവിലെ വന്ന് മുറികളൊക്കെ കയറി പരിശോധിക്കണമെന്ന് ആരെങ്കിലും ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതിനൊക്കെ വ്യക്തമായ ഒരു സംവിധാനം ഒരു സർക്കാർ ആശുപത്രിയിൽ ഇല്ലേ? നാട്ടുകാർക്ക് അതൊന്നും ഓർമ്മയില്ലെന്നേ. അവർക്ക് അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന ആർക്കെങ്കിലും കസേരയിലിരിക്കാൻ ഒക്കുമോ? ഒഴിഞ്ഞ കെട്ടിടമെന്ന് പറയുന്നു. ഒഴിഞ്ഞ കെട്ടിടമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക സർക്കാർ. കാരണം എന്താ? ഇവിടെ താഴെ ആൾക്കാര് താമസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് കയറി നോക്കിയേ. നിങ്ങൾ കയറി നോക്കി മനസ്സിലാവും. ഈ തകർന്ന് വീണ കെട്ടിടത്തിന് താഴെ വാർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു അന്വേഷണം വന്നാൽ എല്ലാവരും അകത്താ. സിവിൽ കൊണ്ട് ഈ കേസ് അവസാനിക്കുമെന്ന് കരുതണ്ട. ആ സൂപ്രണ്ട് ചോദിക്കുകയാണ് എല്ലാ സ്ഥലത്തും പോയി പരിശോധിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളത്. ആ സൂപ്രണ്ടിനോട് പരിശോധിക്കാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനായിരുന്നു. ഇപ്പൊ എന്റെ മനസാക്ഷി കോടതിയിൽ നിന്നെ വിധിക്കുന്നതിലും തെറ്റുപറ്റിയിട്ടില്ല. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സൂപ്രണ്ടുമാർ അവിടെ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അറിയില്ല, ഇത് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിലും അതെന്തെങ്കിലും ആവശ്യം തുറന്നു, അല്ലെങ്കിൽ മുകളിൽ 10-ാം വാർഡിന്റെ ആ ടോയ്ലറ്റിനോട് ചേർന്ന് നിന്ന ആൾക്കാർ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും ഈ വേഷമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നാട്ടുകാരൊന്ന് കാണിച്ചിട്ടും വരാം. പിന്നുള്ള കൺസ്ട്രക്ഷനാണ്. അതായത് പണ്ടൊക്കെ അങ്ങനെയല്ലേ കൺസ്ട്രക്ഷൻ, പല പല ഫണ്ടിൽ നിന്ന് പല പല നിർമ്മാണങ്ങൾ ഉണ്ടാകും. മറുപടി പ്രസംഗം നടത്തുമ്പോ ഈ നാട് നന്നാക്കാമെന്ന് ആവർത്തിച്ച് പറയണം. അയ്യോ, ഞാൻ എങ്ങനെയാ പിള്ള ഈ നാട് നന്നാക്കുന്നത്? നന്നാക്കാമെന്ന് 10 പേരുടെ മുമ്പിൽ കൈയും ചുരുട്ടി എന്ന് മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നതിന് ചേട്ടൻ എന്താ ചെയ്യണം? അങ്ങനെയുള്ള ഒരു നിർമ്മാണമായിരുന്നു എന്നാണ്. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്. അത് എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. മന്ത്രി പറയുന്നത് പ്രകാരമാണെങ്കിൽ, സൂപ്രണ്ട് പറയുന്നത് പ്രകാരമാണെങ്കിൽ മണിച്ചിത്രത്താഴിട്ട് പൂട്ടി അവിടെ ബോർഡ് വെച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ സ്ഥലത്ത് ബിന്ദു എന്ന 54-കാരി ചവിട്ടിപ്പൊളിച്ച് ലോക്ക് കട്ടർ വെച്ച് ലോക്ക് തുറന്ന് അകത്ത് കയറി മുഖം കഴുകിയെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഒരു സ്പെസിമെൻ എടുത്ത് പരിശോധനയ്ക്കായി കൽക്കത്തയ്ക്ക് അയച്ചാലേ പിന്നെ നമുക്കാർക്കും രക്ഷയുണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന ഒരു ബ്ലോക്കാണ്. അതുകൊണ്ട് ഇത് ജീർണാവസ്ഥയിലായതുകൊണ്ട് ഇത് അടച്ചിട്ടിരുന്നു. അതുകൊണ്ടാണ് അതിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതെ ഇരുന്നത്. ഒരു 2-3 ആഴ്ച മുൻപ് ഞങ്ങൾ ഇതിന്റെ ഫൈനൽ പ്ലാൻ ഷിഫ്റ്റിംഗിന്റെ അതിപ്പോ ഷിഫ്റ്റിംഗ് ആരംഭിക്കുകയാണ്. അത് തീരുമാനിച്ചിരുന്നു. എനിക്കും അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യം കൂടിയാണത്. ചേട്ടൻ കണക്കൂട്ടിയോ മൊത്തം എന്തോ കിട്ടും? ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ മനസ്സിലാക്കുന്ന HMC പോലും കൂടുന്നില്ല എന്നുള്ളതാണ്. നന്നായിട്ടുണ്ട്. അവിടെ തുറന്നു കിടക്കുകയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. അവിടെയുള്ള ജനങ്ങൾ എല്ലാ നിമിഷവും ആശ്രയിക്കുന്ന ഒരു ശുചിമുറിയായിരുന്നു. അപ്പോൾ അവിടെ ആളുകളെ തടഞ്ഞിരുന്നു, ആളുകൾ വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രി വീണ ജോർജും സൂപ്രണ്ടും ഒക്കെ. ബിന്ദു ഇനി അവിടെ
പൂട്ട് പൊട്ടിച്ചാണോ ശുചിമുറിയിൽ കയറിയത് എന്നുകൂടി പറയണം. അതുകൂടി പറഞ്ഞാൽ പൂർണ്ണമാവും. മണ്ണടിഞ്ഞു പോയവരുടെ ഉച്ചവർക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഉണ്ടോ? പ്രവേശനം നിരോധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അറിയാൻ സാധിച്ചത് ഇപ്പോഴും ഇവിടെ ടൈൽ വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ പൊളിച്ചു മാറ്റപ്പെടേണ്ട ഒരു ബിൽഡിങ്ങിനകത്ത് വീണ്ടും ടൈൽ വർക്ക് നടത്തുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? അങ്ങനെ കോർട്ടിൽ എത്തും മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കോർട്ട് ഓർഡർ വന്നാലുണ്ടല്ലോ അന്വേഷണം തടഞ്ഞു വെക്കാൻ പിന്നെ മന്ത്രിക്ക് പോലും സാധിക്കില്ല. ജനങ്ങളെ പൂർണ്ണമായും കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നുണ പറഞ്ഞുകൊണ്ട് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പും മന്ത്രിയും നടത്തുന്ന പ്രഹസനം മാത്രമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. 1000 കോടി രൂപ ആരോഗ്യ മേഖലയിൽ വിനിയോഗിച്ചു എന്ന് പറയുന്ന മന്ത്രി അത് എവിടെയാണ് വിനിയോഗിച്ചിരിക്കുന്നതെന്ന് കേരളത്തിന്റെ ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല എന്താ? ഇതൊക്കെ തന്നെ. ഞാനും വികസിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരും വികസിക്കണം. ഇതിപ്പം നിലവിലെ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമാണ്. നിലവിൽ ഈ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇത് ഇതുപോലല്ല. പേഷ്യൻസ് ഒത്തിരി ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ നന്നാക്കാനും പറ്റൂ. ആരോഗ്യമന്ത്രിയുടെ അവകാശവാദങ്ങളൊക്കെ പൊളിക്കുന്ന പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ആ ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ച ഒരു ഭാഗമായി അപ്പോൾ ഇതിനെ കണക്കാക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് വായി തോന്നുക. മാത്രവുമല്ല ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ഈ കെട്ടിടം പൊളിഞ്ഞു വീണത് ഇവിടേക്കാണ്, അതിന്റെ ദിശ മാറിയിരുന്നുവെങ്കിൽ ഇതായിരിക്കുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ അപകടാവസ്ഥയിൽ തന്നെയാണ് അവിടെ രോഗികളെ അടക്കം പാർപ്പിച്ചിരുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് മാത്രമേ പറയാനുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറയണം. ഈ പ്രതിപക്ഷത്തിന് ആയുധം നൽകാൻ ആ കെട്ടിടം സ്വയം അങ്ങ് തകർന്ന് വീണതാണ് എന്നുകൂടി പറഞ്ഞു വെക്കണം. അപ്പോഴേ അത് പൂർത്തിയാവുകയുള്ളൂ. ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം.